ഉന്നതനും അദൃശ്യനും തൻ്റെ ഉണ്മയിൽ മഹോന്നതനും വന്യനും അത്യുന്നതനും തൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വമുള്ളവനും തൻ്റെ പിതാവിനോടും വിശുദ്ധ റൂഹായോടും കൂടി സാരാംശത്തിൽ ഒന്നായിരിക്കുന്നവനുമായ നമ്മുടെ മശിഹാ തമ്പുരാൻ മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിൽ കാണപ്പെടുകയും മരണത്തിൻ്റെയും പാപത്തിൻ്റെയും നാശത്താൽ പഴകിപ്പോയ തൻ്റെ സൃഷ്ടിയെ പുതുക്കുവാനായി ഭരണപ്രകാരം മനുഷ്യരോടുകൂടി പെരുമാറുകയും ചെയ്തു. ന്യായപ്രമാണ ഭാഷയിൽ കൊത്തയുള്ളതായി പറയപ്പെട്ടവയെ സ്ഥിരപ്പെടുത്തുകയും പഴയ പുസ്തകത്തിലെ മഹത്വത്തെ വ്യാഖ്യാനിക്കുകയും കർണരസമുള്ളതാക്കി തീർക്കുകയും ചെയ്തു. യഹൂദദേശത്ത് അനേകം സൽപ്രവർത്തികൾ മുമ്പേ തന്നെ താൻ ചെയ്തിട്ടും അനുസരണമില്ലാത്ത ജനങ്ങളാൽ തൻ്റെ എല്ലാ നന്മകളിലും താൻ നിരസിക്കപ്പെട്ടു. വിസ്മയനീയങ്ങളായ സൗഖ്യങ്ങളെയും നല്ല അത്ഭുതങ്ങളെയും അവരുടെ ഇടയിൽ ചെയ്തതിനാൽ അവർ തന്നെ വെറുതെ ദ്വേഷിക്കുകയും അസൂയയാൽ തന്നെ ത്യജിക്കുകയും ചെയ്തു. അന്യായമായി തന്നെ കുരിശിൽ തറപ്പാനായിട്ട് അഹങ്കാരികൾ ഉരമ്പെടുകയും വചനത്താൽ കൗശലത്താൽ തന്നെ കുടുക്കുവാനായി അന്യായക്കാർ വിചാരിക്കുകയും ചെയ്തു. നമുക്ക് വേണ്ടി സ്വയം താഴ്ത്തിയ മഹാരാജാവിനെ ഇന്നേ ദിവസം നാം സ്തോത്രം ചെയ്ത് വന്ദിക്കണം. നമ്മെ കൊല്ലുന്ന മരണത്തെ താൻ കൊല്ലുകയും സഹദേന്മാർ കിരീടം പ്രാപിക്കുമ്പോൾ പറുദീസയിലേക്ക് നമ്മളെ തിരികെ ചേർപ്പാൻ കുരിശിലെ കഷ്ടതകൾ സഹിക്കുകയും ചെയ്തു.